ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ കണ്ടുമുട്ടുന്നത്. ഇതിനിടയിൽ ഒരു വലിയ സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ ഒരുപാട് നടന്നു. അപ്പോൾ അതെല്ലാം ഞാൻ പറയാം. അവിടെ ആമ്പൽക്കോളം ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പിടിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അങ്കമാലിയിലാണുള്ളത്. അപ്പോൾ സംഭവം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അങ്കമാലിയിലെ ആൻറ്റിയുടെ വീടിൻ്റെ പുറകു വശത്തായിട്ട് ഒരു വലിയൊരു സംഭവമുണ്ട്. അതാണ് ഈ സംഭവം. ഇത് നമ്മുടെ പെരിയാറാണ് ഗൈസ്, പെരിയാർ. ഇങ്ങോട്ട് വരണ വഴിക്ക് ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അവിടെ സാധാരണ എപ്പോഴും ബംഗാളികൾ കാണുന്നതാണ്. പക്ഷെ നമ്മൾ വന്ന ടൈമിൽ ബംഗാളികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അല്ലായിരുന്നെങ്കിൽ ഇവിടെ കിടക്കുന്ന ഈ ബോട്ടിൽ നമ്മളെ കയറ്റിക്കൊണ്ട് പോയിട്ട് അവിടെ ആമ്പൽക്കുളമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അടിപൊളി ആമ്പൽക്കുളം ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് കയറിയപ്പോഴുണ്ട് ഗൈസ്, നമ്മൾ ഒരു മാവിൽ നിറയെ മൂവാണ്ട മാങ്ങ നിൽക്കുന്നു. മാങ്ങ മലയാളികളുടെ ഒരു ഹരമാണല്ലോ. അപ്പോൾ എവിടെയെങ്കിലും ഒരു അനാഥ പ്രേതം പോലെ ഏതെങ്കിലും ഒരു മാവ് നിറയെ മാങ്ങകളുമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിടും. അപ്പോൾ നമ്മൾ വിട്ടില്ല. നമുക്ക് കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ വായിൽ കൊതി വന്നുകൊണ്ടിരുന്നു. ലാസ്റ്റ് നമ്മൾ കല്ലുകളെല്ലാം പറക്കിയെടുത്ത് നമ്മൾ എറിഞ്ഞ് തള്ളിയിട്ട് കുറേ മാങ്ങകൾ നമ്മൾ അങ്ങനെ പറക്കിയെടുത്ത് കേട്ടോ. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് ആൻറ്റിയുടെ വീട്ടിൽ വെച്ച ശേഷം നമ്മൾ തിരിച്ച് അവിടെ നിന്ന് നമ്മൾ കറങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ആൻറ്റിയുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വീട്ടിലും നിറയെ മാങ്ങ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരും ചോദിച്ചു വേണമെങ്കിൽ അടത്തെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ തോട്ട വെച്ചിട്ട് അതും നമ്മൾ അടത്തെടുത്തു. അത് കൊണ്ടുവന്ന് ആൻറ്റിയുടെ കയ്യിൽ കൊടുത്ത ശേഷം നമ്മൾ അവിടുന്ന് നേരെ ബസ്സിൽ കയറി. നമ്മൾ വഴിയിൽ വെച്ച് നല്ല ദാഹം ഉണ്ടായിരുന്നു. ഭയങ്കര വെയിലല്ലേ, അപ്പോൾ നല്ല ദാഹിച്ചതുകൊണ്ട് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ബയോളജിക്കൽ പാർക്കിലാണ് കേട്ടോ. ഇവിടെ എന്തുണ്ടെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. ഗൈസ്, പുറത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ, മാട്ട വെയിലായിരുന്നു. പക്ഷേ അകത്ത് കയറിയ ടൈമിൽ നിറയെ മരങ്ങളുള്ളത് കൊണ്ട് വലിയ വെയിലിൻ്റെ ആ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കേട്ടോ തണലത്ത് നമ്മൾ നിൽക്കുന്ന ടൈമിൽ. അങ്ങനെ നമ്മൾ നേരെ പാർക്കിനകത്തോട്ട് കയറുകയാണ്. നമ്മൾ ടിക്കറ്റ് ഉണ്ട് കേട്ടോ, എത്രയാണെന്നുള്ളത് ഓർമ്മയില്ല. ഗൈസ്, അതിനകത്ത് പാർക്കുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് സെക്യൂരിറ്റി ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞു പിള്ളേരൊക്കെ കയറേണ്ട സംഭവങ്ങളിലൊക്കെ വലിയവരൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളും കയറി. അങ്ങനെ നമ്മൾ അതിനകത്ത് തമ്പുരു അവിടെ പാർക്ക് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അവൾക്ക് എന്തോ എൻ്റെ മനസ്സിൽ 2 ലഡ്ഡു പൊട്ടിയതുപോലെയൊക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക് പാർക്ക് കണ്ടപ്പോൾ. പിന്നെ പാർക്ക് കണ്ടാൽ പിന്നെ വേറൊന്നും വേണ്ട അവൾക്ക്. അങ്ങനെ അവൾ പാർക്കിൽ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു. നമ്മളും അതിൻ്റെ കൂടെ എൻജോയ് ചെയ്തു ഗൈസ്. നമ്മളവിടെ സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ടൊക്കെ കയറി ഇരിക്കായിരുന്നു. അവിടെ വേറെ ഒരുപാട് പേരൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഊഞ്ഞാലിലൊക്കെ. നമ്മൾ വരുന്നത് കണ്ട് കുറേ ചേട്ടന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നൈസായിട്ട് നമ്മൾ വരുന്നത് കണ്ട് എണീറ്റ് പോയി. പാവങ്ങൾ നമ്മളെ കണ്ട് പേടിച്ചിട്ട് പോയതായിരിക്കും. കുറേ നേരം പാർക്കിൽ നിന്ന ശേഷം നമ്മൾ നേരെ മറ്റേ മുള കൊണ്ടുണ്ടാക്കിയ ഒരു കുഞ്ഞു വീട്ടിലോട്ട് കയറി കേട്ടോ. അവിടെ ഇരിക്കാനൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു വായിക്കൊള്ളാത്ത പേരുള്ള ഒരു വനത്തിലേക്കാണ്. അതാണ് നമ്മുടെ മിയാവാക്കി വനം. ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നത്. ഞാൻ തള്ളിയതല്ല ഗൈസ്, ഞാൻ ഇതിൽ പേര് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കും എന്ത് പറയാനും ഒരുപാട് വെറൈറ്റി മരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും ആയിട്ടുള്ള പേരുകളുള്ള മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷെ അതിനകത്ത് കയറാനായിട്ട് നമുക്ക് അനുവാദം ഇല്ലായിരുന്നു. ഞങ്ങളങ്ങനെ കറങ്ങിക്കൊണ്ട് നടന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് മുകളിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ, നമ്മളിവിടെ വന്നതിൻ്റെ തെളിവ് എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മുളയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പേര് എഴുതി വെച്ചു. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും പഴയ കാലത്തെ പാട്ടുകളൊക്കെ ആരോ പാടുന്നതായിട്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് പോകാനൊരാഗ്രഹം തോന്നി. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള നിറയെ പൂക്കൾ വീണിടക്കുന്നത് കണ്ടു. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ആ മരത്തിൽ നിന്നാണ് നിറയെ പൂക്കൾ ഇതുപോലെ വീണിടക്കുന്നത് കണ്ട്.
കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഏറ്റവും ആദ്യമായി വന്ന സെക്യൂരിറ്റി ഏജൻസിയായ G4S എന്ന കമ്പനിയിലെ 1999 മുതൽ 2015 വരെ കാലഘട്ടത്തിലുള്ള സെക്യൂരിറ്റി മേഖലയിൽ തൊഴിൽ ചെയ്ത തൊഴിലാളികൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നടത്തിയ ഒരു ഗെറ്റ് ടുഗദറാണിത്. ഈ ഗെറ്റ് ടുഗദറിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവർ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അവരുടേതായ രീതിയിൽ കഴിവുകൾ തെളിയിക്കാൻ അവരുടെ കലാപരിപാടികൾ ഉൾപ്പെടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു വൺ ഡേ പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ നടന്ന ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ആൻറ്റിയെ കണ്ടപ്പോഴത്തേക്ക് ആൻറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞു. നമ്മളിപ്പോൾ കയറിയ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഗാർഡൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, നിറയെ മരങ്ങളൊക്കെ ഉള്ള. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. നാട്ടിലെന്ന് പറയണമെങ്കിൽ നമ്മൾ ലക്ഷ്മി തരൂർ എന്നാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ലക്ഷ്മി തരൂർ എന്ന് പറയുമ്പോൾ ക്യാൻസറിനൊക്കെ നല്ലതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കറക്റ്റ് നെയിം കിട്ടിയത്. ലക്ഷ്മി തരൂർ അല്ല ഗൈസ്, ലക്ഷ്മി തരു എന്നാണ്. ഗൈസ് ഇവിടെ കാവുകളെ പറ്റിയിട്ടും കാവുകളുള്ളതിൻ്റെ ആ ഒരു പ്രയോജനങ്ങളെ പറ്റിയിട്ടും ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ചുമ്മാ ഒന്ന് കറങ്ങി നടക്കാം. പിന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ റോഡിൽ വന്നപ്പോഴത്തേക്കും നല്ല മുതുക്ക് ചക്കകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് നല്ല പഴുത്ത വരിക്ക ചക്കയാണെന്ന് തോന്നുന്നു ഗൈസ്. ഭയങ്കര മണമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നപ്പോഴത്തേക്കും വേറൊരു ചെടിയുണ്ട് കേട്ടോ. ആ ചെടിയിൽ രണ്ട് ലീഫേ ഉള്ളൂ. അതും ഒരു കൗതുകം കണ്ടിട്ട് ഞാൻ കയ്യിലെടുത്തതാണ്. അതിൻ്റെ ആ ഒരു തളിരില്ല, ഈ 2 ലീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇട് എങ്ങോട്ട് പോകും? പാർക്കിൽ പോവാൻ നമ്മൾ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വരുന്ന ടൈം കൊണ്ടാണ് നമ്മൾ ഈ കുസൃതികളെല്ലാം അവിടെ നിന്ന് കാണിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ യൂബർ വന്ന ശേഷം നമ്മൾ നേരെ പോകുന്നത് വീട്ടിലോട്ടാണ്. വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഡ്രസ്സുകളെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത പാർട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പാർട്ട് കാണാൻ ആരും മറക്കരുത്. അപ്പോൾ അതുവരേക്കും എല്ലാവരും ചില്ലായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എപ്പോഴും പറയും പോലെ തന്നെ എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.